നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രം, അത് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെത്തി. അതിനപ്പുറമായിട്ട് ഇനി വരാനിരിക്കുന്ന ചിത്രം, ആ സിനിമയുടെ പേരെന്താണ്? സത്യത്തിൽ അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സിനിമ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ആ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് വരാൻ പോകുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഇനി ഇതുവരെ പേരിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. സിനിമയുടെ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യവും സത്യമാണ്. അതിന്റെ കാരണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്, മമ്മൂട്ടി കമ്പനിയുടേതായിട്ടുള്ള എല്ലാം പൂർത്തിയായിരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിലെത്തി. അതിന്റെ ഓട്ടം ഏകദേശം അവസാനിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ കൊടുത്തു തുടങ്ങാമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി തീരുമാനിച്ചത് കൊണ്ടാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡൊമിനിക്കിന്റെ ഓട്ടം ഏകദേശം വട്ടം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ തന്നെ ഈ സിനിമയുടെ പേര് പ്രഖ്യാപനം എന്ന് പറയുന്ന ചടങ്ങ് വരാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച വരെയില്ല, അടുത്ത ആഴ്ച മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തിന്റെ വിനായകന്റെ ചിത്രത്തിന്റെ പേര് പുറത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലായിട്ട് കൂടുതൽ അപ്ഡേറ്റുകളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടി വീണ്ടും വില്ലനായി എത്തുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ മറ്റേ സീരിയൽ കൊലയാളിയുടെ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ രസകരമായിട്ടും തന്നെ തിയേറ്ററുകളിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ആ സിനിമ മാറും എന്നുള്ളതും കൂടി വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, ഡൊമിനിക്കിന് കൊടുത്ത മാതിരിയുള്ള ഒരു പ്രൊമോഷനും കൊടുക്കാതെയാണ് ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഈ മമ്മൂട്ടി ആരാധകർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും, എന്ത് പോസിറ്റീവ് പറഞ്ഞാലും അവസാനം ഒരു നെഗറ്റീവ് കൊണ്ടുപോയി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢസ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. സത്യമാണ് പറയുന്നത്, പക്ഷെ സത്യം അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ചിത്രത്തിന് പ്രൊമോഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ വീഴും എന്നുള്ളൊരു കാര്യം ഉറപ്പ് പറയുന്നു. ആ സമയം പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ, മാന്യമായ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ഗംഭീര വിജയമാവാനുള്ള ഒരു സാധ്യതയും ഈ സിനിമ കാണുന്നു. നമുക്കൊരു ഭ്രമയുഗം മോഡൽ അല്ലെങ്കിൽ ഭ്രമയുഗം മോഡൽ തന്നെ പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.